പുള്ളിക്കാരൻ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവൻ വീൽ ചെയർ ഞങ്ങൾ നെട്ടിപ്പോയ ഒരു സംഭവമാണ്. മലയാളത്തിൽ ഇങ്ങനൊരു പുള്ളി ഉണ്ടെന്നറിയാം, പക്ഷെ ഇത്രയും ഫേമസ് എന്ന് അറിയില്ല. ഞാൻ അടുത്ത് വരുന്ന ഷോയിൽ ഇവിടെ അടുത്ത് വന്ന ഞാൻ വിളിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അടുത്തില്ല, എവിടെ ഇരുന്നാലും നമ്മൾ കൊണ്ടുവരും. കഴിഞ്ഞ ദിവസം ഒരു കേസിൽ വേടൻ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ എക്സ്പീരിയൻസിൽ പുള്ളി ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. പേഴ്സണൽ ലൈഫ് നമുക്ക് എന്താ നമുക്കറിയാൻ പറ്റില്ലല്ലോ. ബട്ട് നമുക്ക് അത്ര വിശ്വാസമൊന്നും ഇല്ല. മേ ബി ഇതിൽ വേറെ വല്ല കുറികളൊക്കെ കാണും, നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നല്ലൊരു അവസാനത്തെ സ്റ്റേജിൽ വാച്ചില്ലാതെയാണ് വേടൻ കയറിയത്. അല്ല, നിങ്ങൾ പഴയ വീഡിയോസ് നോക്കിയാൽ അറിയാൻ പറ്റും. എല്ലാ വീഡിയോസിലും ഈ വാച്ച് ആ പുള്ളി കെട്ടിയിട്ടുണ്ടാവും. വേടന്റെ ഒരു ബിഗ് ഫാനാണ് നമ്മുടെ കൂടെ ഉള്ളത്. കഴിഞ്ഞ ദിവസം വേടൻ വേദി ഇളക്കി മറിച്ചപ്പോ ആ ഒരു സ്റ്റേജില് ഈ ഒരു ഫാൻ ബോയും കൂടെ ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു വീഡിയോ നമ്മൾ എല്ലാരും കണ്ടതാണ്, ഷെയർ ചെയ്തതാണ്. അപ്പൊ പരിചയപ്പെട്ടാലോ. റിഷോൺ ആൻഡ് ഫാമിലി, വെൽക്കം ടു മൂവി വേൾഡ്. കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ കണ്ടത് ഒരുപാട് പേരാണ്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? കുറെ നാള് കൂടിയാണ് അങ്ങനത്തെ ഒരു വീഡിയോ ഇത്ര ട്രെൻഡിങ് ആവുന്നത്. വേടന്റെ കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ ഇങ്ങനെ ട്രെൻഡിങ്ങിൽ വരാറുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറ്. എങ്ങനെ വേടന്റെ ഇങ്ങനത്തെ ഇത്ര ഒരു ബിഗ് ഫാൻ ആയത് എങ്ങനെയാ റിഷോൺ? ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഇവൻ വന്ന് ചില സോങ്സിന് റിയാക്ട് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിജയുടെ സോങ്സ് ആയിരുന്നാലും വിജയുടെ സോങ്സ് എല്ലാം റിയാക്ട് ചെയ്യും. സൂര്യയുടെ സോങ്സിൽ ഈ കങ്കുവാല ഒരു സോങ് ഉണ്ടല്ലോ, അതുപോലെ ചില സോങ്സ് റിയാക്ട് ചെയ്യും. ഇവൻ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത് മഞ്ഞുമൽ മൂവീസ്, ഈ വേടന്റെ ഒരു സോങ് ഉണ്ട്. ആ സോങ്ങിന് അവന്റെ ഒരു ചെറിയ റിയാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മോസ്റ്റ്ലി ഇവന്റെ ഡാൻസിന് നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്ത് വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെ പുള്ളി വരുന്നുണ്ട്, നമുക്കിവനെ വന്ന് കാണിക്കാൻ കൊണ്ടുപോകാം, അങ്ങനെ ഒരു തോട്ട് പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ അങ്ങനെ പറഞ്ഞിട്ടപ്പോൾ ഞാൻ ഈ ഇൻസ്റ്റാ പേജിൽ നിന്ന് എടുത്ത് ചാറ്റ് ചെയ്തു വേടൻ്റെ. അപ്പോൾ അവിടെ ഒരു അവിടെ അഡ്മിൻ ആണെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചു, ഇങ്ങനെ മോന് ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനത്തെ കുട്ടിയാണ്. അപ്പോൾ ആ പാട്ടിന് ചെറിയ റിയാക്ഷൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ ട്രെയിനപ്പ് ഒന്നും ചെയ്തിട്ടില്ല, അതിലൊരു റിയാക്ഷൻ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ മോന് ഒരു വേദി കൊടുക്കാൻ പറ്റുമോ, അങ്ങനെയാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ ആ പുള്ളി ഒരു 10 മിനിറ്റ്സിൽ വിളിക്കാന്ന് പറഞ്ഞ് തിരിച്ചെനിക്ക് വിളിച്ചപ്പോൾ പറഞ്ഞ് വേദിയിൽ നമുക്ക് 1 hour കണ്ടിന്യൂസ് പ്രോഗ്രാമാണ്, അതുകൊണ്ട് അത് ചാൻസ് ഇല്ല, വേണമെങ്കിൽ മീറ്റപ്പ് ചെയ്യാം, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടൊന്ന് സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് 1:30 മണിക്ക് വേടൻ സൗണ്ട് ചെക്ക് ചെയ്യാൻ വരും, ഇവിടെ നമ്മുടെ നിശാഗാന്ധിയിൽ വരും, നിങ്ങൾ അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. പിന്നെ വേടൻ അവിടെ വന്ന് നമ്മൾ കാണാൻ പറ്റിയില്ല, അവിടെ ചെറിയ ഒരു ഇഷ്യൂ ഉണ്ടായി, പുള്ളി തിരിച്ച് വീട്ടിൽ പോയി. പിന്നെ ഒരു 4 മണിയാകുമ്പം ഇങ്ങോട്ട് വിളിച്ചു, ഇങ്ങനെ ഇഷ്യൂ കാരണം തിരിച്ചു പോയി, നിങ്ങൾ ഞാൻ ഇരിക്കുന്ന ലൊക്കേഷൻ അയക്കാൻ നിങ്ങൾ വരാൻ പറ്റുമെന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. ആക്ച്വലി അവിടെ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ ആ പുള്ളിയെ കാണുന്നത്. ആ പുള്ളി വീട്ടിൽ നിന്ന് ഓടി വന്ന് കാറിന് ഇവനെ എടുത്തു. ആക്ച്വലി നോർമലി ഒരു കാണാൻ വലിയ ആളാണ്, പക്ഷെ കാണാൻ ഒരു സിംപ്ലിസിറ്റി, ഒരു ചെറുക്കനെ പോലെ വന്നു. അപ്പോൾ നമുക്ക് അയാളെ കാണുമ്പോൾ ഇത്രയും സിമ്പിൾ. ഇപ്പോൾ നോർമലി നമ്മൾ ഒരു ഇവനെ വന്ന് എടുക്കണമെങ്കിൽ കാണുമ്പോൾ നമ്മൾ അകത്ത് പോകും, പക്ഷെ ആ പുള്ളി ഗേറ്റിന്റെ അകത്ത് വന്ന് ഇവനെ കാർ തുറന്ന് മക്കളെന്ന് പറഞ്ഞ് ഇവനെ എടുത്തിട്ട് അകത്ത് പോയി. പിന്നെ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ല, ഫേസ് കണ്ടപ്പോഴാണ് പിന്നെ അവനോട് സംസാരിക്കാൻ തുടങ്ങി. ആ പുള്ളി മനസ്സിലാവില്ല, നമ്മൾ അടുത്തിരുന്ന് ഇവൻ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യും. സോ ഇങ്ങനെ രണ്ടുപേരും അടുപ്പിച്ചപ്പോൾ ഇവന്റെ കാര്യങ്ങൾ ഇവന്റെ അടുത്ത് തന്നെ ചോദിച്ചു. അപ്പോൾ ഇവൻ അവന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നിനക്ക് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞു. ഓ എന്ന് പറഞ്ഞു. നീ സ്റ്റേജ് കയറണമെന്ന് പറഞ്ഞു. ഓ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നീ എന്നോട് സ്റ്റേജിൽ കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവൻ്റെ കാര്യങ്ങൾ, ഒരു വേദിയിൽ കയറുമ്പോഴും ആ എനർജിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇവനക്ക് ഉണ്ടാവും. ചിലപ്പോൾ വേർഡ്സ് ആയിരിക്കും, എന്തെങ്കിലും ഒന്ന്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് പുള്ളി ഇന്ന് മോനെ നമുക്ക് എൻ്റെ സ്റ്റേജിൽ കയറ്റാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ ഇവനക്ക് ആ മഞ്ഞുമൽ ബോയ്സിൻ്റെ 1 minute സോങ്സ് ട്രെയിനപ്പ് ചെയ്ത വീഡിയോ ആയിരുന്നു, പുള്ളിയുടെ അടുത്ത് കാണിച്ചു കൊടുത്ത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ, ഒന്നും പേടിക്കേണ്ട, ഈ സോങ് പാടുമ്പോൾ ഞാൻ മോനെ വിളിക്കും, നിങ്ങൾ കൊണ്ടുവന്നാൽ മതിയെന്ന്. അപ്പോൾ ഇതിൽ രണ്ടാമത്തേന്ന് വെച്ചാൽ പുള്ളി ഫസ്റ്റ് പോയി, ഞങ്ങളൊരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്ത് പുള്ളി അവിടെ തന്നെ സ്റ്റേ ചെയ്യിപ്പിച്ചു. പുള്ളി ഫ്രണ്ടിൽ പോയി 1 hour റീഫ്രഷ്മെന്റ്. പുള്ളി പിന്നെ പോയി
അവിടുത്തെ എല്ലാ സെക്യൂരിറ്റി അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അമ്മയും കുഞ്ഞും വരും, നിങ്ങൾ കയറ്റി വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും കയറ്റി വിട്ട് അകത്ത് പോയി. അപ്പോൾ പുള്ളി ആ സോങ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇങ്ങനെ വിളിച്ച് സ്റ്റേജിൽ കയറ്റി. സ്റ്റേജിൻ്റെ അടുത്തന്നെ നമ്മൾ നിന്ന് വീഴ്ചകൾ കൊണ്ട് കയറ്റി. പിന്നെ പുള്ളി പാടി. ഇവൻ ഡാൻസ് ആക്ച്വലി ഇവന് പ്രാക്ടീസ് ചെയ്തത് 1 മിനിറ്റ് ആയിരുന്നു. ബട്ട് അവൻ ഫുൾ മൊത്തം സോങ്ങും ഫസ്റ്റ് ടൈം അവൻ ഡാൻസ് പ്രാക്ടീസ് ഇല്ലാതെ അവന്റെ ഓൺ സ്റ്റെപ്പ് തിങ്ക് ചെയ്തിട്ട് കളിച്ചത് ആ ഡാൻസ്. കഴിഞ്ഞ ദിവസം ഒരു കേസിൽ വേടൻ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു, വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടായി. അപ്പം ആദ്യം അത് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ പോയത് എന്തായിരുന്നു? ആക്ച്വലി നമ്മളുടെ എക്സ്പീരിയൻസിൽ പുള്ളി ഒരു നല്ല ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. നമുക്കിങ്ങനെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് എന്താ നമുക്കറിയാൻ പറ്റില്ലല്ലോ. ബട്ട് ഗുഡ് പേഴ്സണാണ്. അപ്പൊ കണ്ട രീതിക്ക് നല്ലൊരു പേഴ്സൺ, കലാകാരൻ രീതിയിൽ അവർക്ക് എല്ലാ നമ്മൾ ഒറ്റ ദിവസം മീറ്റ് ചെയ്തിട്ടുള്ളൂ. ആ ഒറ്റ ദിവസത്തിൽ നമ്മൾ നല്ല ക്ലോസ് ആയിരുന്നു. ആ മോന്റെ കൂടെ ചെറിയ മറ്റൊരു മോനെ പോലെ കറക്റ്റ് അങ്ങനെ തന്നെ ഹാൻഡിൽ ചെയ്തിരുന്നു. വേടന്റെ പുള്ളീന് ഒരു അനിയൻ ഇരുന്ന് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അപ്പൊ ആ സെയിം ഇതാണ് പുള്ളി വരുന്നത്. അപ്പൊ നമ്മൾ ഈ ന്യൂസ് കേട്ടപ്പോ ആദ്യം നമുക്ക് അത്ര വിശ്വാസമൊന്നും ഇല്ല. മേ ബി ഇതില് വേറെ വല്ല കുറികളൊക്കെ കാണും, നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിശ്വസിക്കുന്നത്. ആ പുള്ളി ബേസിക്കലി നമ്മൾ മീറ്റ് ചെയ്ത് വെച്ചത് ഗുഡ് നൈസ്. ഈ ഒരു വാർത്തേനെ ബേസ് ചെയ്തിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇനിയുള്ള ഷോകളിൽ റിഷോണിനെ പങ്കെടുപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ മാറി നിൽക്കാനോ അങ്ങനെ എന്തെങ്കിലും? അവര് വിളിച്ച എവിടെ നമ്മൾ കൊണ്ടുപോകും മക്കളെ കുറഞ്ഞാണ് ശരിയാ. അവര് ആൾറെഡി പറഞ്ഞിരുന്നു, പുള്ളി തന്നെ പറഞ്ഞിരുന്നു, ഞാൻ അടുത്ത് വരുന്ന ഷോയില് ഇവിടെ അടുത്ത് വന്ന ഞാൻ ഷോ വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അടുത്തില്ല എവിടെ ഇരുന്നാലും നമ്മൾ കൊണ്ടുവരും. എന്നുവെച്ചാൽ അവനക്ക് ആ സ്റ്റേജും ആ സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ്. സപ്പോസ് ഇളിച്ച് നടന്നാലോ, മിറാക്കിൾ ഹാപ്പൻസ്. ഇവന്റെ ഇതില് ഫുൾ മിറാക്കിൾസ് തന്നെ. അവനുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് ഇതാണ്. ഇപ്പൊ തെറാപ്പിയിൽ പോയി ചെയ്തിട്ട് ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ വീണ്ടും ടൈറ്റ് ആവും, ടൈറ്റ്നസ് ആവും. പക്ഷെ ഇതാവുമ്പം അവൻ തന്നെ ഇപ്പൊ നമ്മൾ തെറാപ്പി കൊടുക്കുമ്പോ ഇവൻ വെറുതെ കിടക്കും, നമ്മൾ തന്നെ കൈയൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കണം. അവൻ തന്നെ ചെയ്യിപ്പിക്കുന്ന കൈ അവൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരും ചെയ്യും. അപ്പൊ അതാണ് ഇമ്പ്രൂവ്മെന്റ് അവന്റെ ഉള്ളിൽ. ഇപ്പൊ സ്റ്റേജിൽ പോയാലും അവൻ ആലോചിച്ച് ഈ സ്റ്റെപ്പ് ചെയ്യും. അപ്പൊ അത് അവനായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കതൊരു ഇപ്പൊ വേടന്റെ പരിപാടിയിലും ഇതന്നെ സംഭവിച്ചത് ഫസ്റ്റ് ടൈം. ഇതുവരെയ്ക്കും നമ്മൾ 1 മിനിറ്റ് ട്രെയിനപ്പ് ചെയ്ത ആ 1 മിനിറ്റ് തന്നെ അവൻ ഡാൻസ് കളിക്കും. പക്ഷെ നമ്മൾ വേടന്റെ ആ സോങ്സിൽ 1 മിനിറ്റ് ഒറ്റ ദിവസം പഠിച്ചു കൊടുത്തു. പക്ഷെ ആ 3.5 മിനിറ്റ് സോങ് എന്ന് പറഞ്ഞത് ആ ഫുൾ സോങ് ഫസ്റ്റ് അവൻ കളിച്ചു. അതൊരു വലിയ ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു. സാധാരണ വീട്ടിൽ വെച്ച് കളിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ പുറത്തെവിടെങ്കിലും വെച്ച് കളിക്കുന്നത് പോലെയോ അല്ലല്ലോ ഡാൻസ്. അവിടെ സ്റ്റേജിൽ കളിക്കുമ്പോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അതായത് ഭയങ്കര എനർജി ആയിരിക്കും. അത് എങ്ങനെ റിഷോണിൽ കാണാൻ പറ്റിയിരുന്നു? അത്രയും ഇവന് അങ്ങനെ ഓഡിയൻസ് ഒക്കെ കാണുമ്പോ ഇവൻ ഒരു ബൂസ്റ്റ് പോലെ, ഓഡിയൻസും അവരുടെ ക്ലാപ്പ് സൗണ്ട് ഒക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല ചിരിച്ച് ഭയങ്കര ഒരു വൈബാവും. അത് ഞാൻ പിടിക്കുമ്പോ തന്നെ എനിക്ക് അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടിയിരിക്കും. അത് മറ്റേ സ്റ്റേജിലൊക്കെ അവൻ കളിക്കുമ്പോൾ ഞാൻ ചെറിയൊരു ഫോഴ്സേ കൊടുക്കും. പക്ഷെ അവന് മൊത്തം എനർജിയും അവൻ അങ്ങനെ എടുത്ത്, അപ്പൊ എനിക്ക് ചില നേരം അവൻ ഇങ്ങനെ നിന്നോണ്ടിരിക്കും, ഫ്രണ്ടിലോട്ട് നടക്കാൻ തുടങ്ങും, ആ സ്റ്റേജ് മൊത്തം കവർ ചെയ്ത് കളിക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ ജസ്റ്റ് അങ്ങനെ വീൽ ചെയർ ഇങ്ങനെ റോൾ ചെയ്ത് ഞാൻ അവന്റെ പോക്കില് അങ്ങ് വിടും. ആള് വാച്ച് ഇങ്ങനെ ഇത് വാച്ച് വേടൻ കൊടുത്തതാ. 6 വർഷം യൂസ് ചെയ്ത ലക്കി വാച്ച്. അല്ല, നിങ്ങൾ പഴയ വീഡിയോസ് നോക്കിയാൽ അറിയാൻ പറ്റും, എല്ലാ വീഡിയോസിലും ഈ വാച്ച് ആ പുള്ളി കെട്ടിയിട്ടുണ്ടാവും. പക്ഷെ വാച്ചില്ലാതെ ഞാനും പോയിട്ട് അവിടെ മറ്റേ നിശാഗാന്ധിയിലുള്ളതിൽ വാച്ചില്ല. ഓക്കെ, റിഷോൺ വേടന്റെ വാച്ചാണല്ലേ കയ്യില്? ഭയങ്കര സന്തോഷായോ വേടൻ തന്നപ്പോ? വേടൻ മാമനല്ലേ, അങ്ങനെയല്ലേ വിളിക്കുന്നേ? അവര് പറഞ്ഞു അടുത്ത പ്രാവശ്യം ഞാൻ നിന്നെ കാണുമ്പോ റോക്ക് സ്റ്റാർ ആയിട്ട് തന്നെ കാണുന്നു. ആ വാച്ചൊന്ന് കാണിച്ചേ, വേടൻ തന്ന വാച്ചൊന്ന് കാണിച്ചേ.
6 വർഷം മേഡം യൂസ് ചെയ്ത 6 വർഷം വേണം യൂസ് ചെയ്തിട്ടുള്ള വാച്ചാണ്. അതിപ്പോ ആരുടെ കയ്യിലാ? റിഷോന്റെ കയ്യില്. അവസാനത്തെ സ്റ്റേജിൽ വാച്ചില്ലാതെയാണ് മേഡം കയറിയത്. അത് റിഷോന്റെ കയ്യിലായി പോയി അല്ലേ വാച്ച്? കാട്ടെ കൊടുക്കണ്ട. കാട്ടെ അല്ല ചിരിച്ചേ ചിരിച്ചേ. അക്കൗണ്ട് നോക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ വീൽ ചെയർ ഡാൻസർ എന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, വീട്ടിലൊക്കെ എങ്ങനെയാ ആള്? ഇപ്പൊ ഇവൻ ഡാൻസ് വീട്ടിൽ നിന്ന് കളിക്കുന്നത് ചെയർ ആയിരുന്നു. ചെയർസിലിരുന്ന് നമ്മൾ പ്രാക്ടീസ് കൊടുക്കും. അപ്പോൾ അവിടെ ഒരു WDC എന്നൊരു ഡാൻസ് സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊരു സ്റ്റേജ് പെർഫോമൻസ് തന്നായിരുന്നു ഈ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ്. അപ്പോൾ അവരുടെ സ്കൂളിൽ തന്നെ ഇവൻ ജോയിൻ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ട്രെയിൻ അപ്പ് ചെയ്യുന്നതൊക്കെ ഈ ചെയറിൽ ഇരുന്നാണ് ട്രെയിൻ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവന് ഹിപ്പ് ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഇരുന്നാലും ഇങ്ങനെ മറിഞ്ഞു പോകും. സൈഡ് കൈ ഇങ്ങനെ അനക്കുമ്പോഴേ മൊത്തം ബോഡി പോകും. അപ്പോൾ വീൽ ചെയറിൽ അവനെ ഇരുത്തിയാലും ബാക്കിൽ നിന്ന് ഒരു ചെറിയ സപ്പോർട്ട് ചെസ്റ്റിന് കൊടുക്കണം. അങ്ങനെയാണ് ഇവന്റെ ഫസ്റ്റ് ഡാൻസ് തുടങ്ങിയത് വീൽ ചെയറിൽ നിന്ന്. പിന്നെ പിന്നെ അതിൽ നിന്ന് നമുക്ക് ആ ഇമ്പ്രൂവ്മെന്റ് തുടങ്ങിയത് ഈ വീൽ ചെയർ എടുത്തിട്ട് മാറ്റി, കംപ്ലീറ്റ് ആ വീൽ ചെയർ മാറ്റി. വീൽ ചെയറിൽ ഇപ്പൊ ഇവളാണ് ഇരിക്കും. അവ ഈ ഫുൾ കാലിബർ ഇതുവരെ ഫുൾ കാലിബർ അത് പ്ലാസ്റ്റിക്കില് സെക്കൻഡ് ഇമ്പ്രൂവ്മെന്റ്. ചെസ്റ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് അവനെ നിർത്തി കളിക്കും. ഇപ്പൊ അത് അവോയ്ഡ് ചെയ്ത് തേർഡ് ആണ് ഇപ്പൊ ഈ ഷൂ മാത്രം. മുട്ടിന്റെ നല്ല ആഗ്രഹമുണ്ട്. ഇപ്പൊ മുട്ടിന്റെ മുകളിൽ നമ്മൾ ബാലൻസ് കൊടുക്കും. ഇത് മാത്രം കാൽ മൂവ്മെന്റും തുടങ്ങി. വിജയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചിട്ട്, സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചിട്ട് വിജയിനെ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള ഒരു പണിയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫാൻ എന്ന് പറഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അവിടെ പോയിട്ട് പോലും കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു ഇതാ. ഇവിടെ നിന്ന് കാൽനട യാത്ര ഉണ്ടായിരുന്നു, പക്ഷെ അത്ര ഇതായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മുടെ റിഷോണിന് കാണാനൊരു ഭാഗ്യം ഉണ്ടായി. ആക്ച്വലി ഇവൻ നോർമലി വീട്ടിൽ ഇരിക്കുമ്പോ എന്റെ അടുത്ത് ചോദിക്കും, വിജയ് മാമ പാക്ക പോകണം അങ്ങനെ ചോദിക്കും. അപ്പം നമുക്ക് അതിൻ്റെ കോണ്ടാക്ട്സും എങ്ങനെയാ അത് ഒന്നും അറിയില്ല. പക്ഷെ ഒരു ദിവസം കാണിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഷൂട്ടിങ്ങിന് വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ന്യൂസ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നപ്പോൾ ഇവൻ കേട്ടിട്ട് പറഞ്ഞു എനിക്ക് കാണാൻ പോകണമെന്ന്. അപ്പോൾ ഞങ്ങളൊരു 3 days അവിടെ കൊണ്ടുപോയി, ഫുള്ളായിട്ട് നൈറ്റ് ഡേ ടൈം ഇവൻക്ക് വേണ്ടി. നമ്മളുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഓക്കെ പുള്ളിക്കാരനെ കണ്ട സംതിങ് ഹാപ്പൻസ്. ആ പ്രതീക്ഷയിൽ നല്ല റിസ്ക് എടുത്തു 3 ദിവസം. പക്ഷെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ 4ാമത്തെ ദിവസം ഒരു ഹോപ്പില്ല, നമ്മൾ ജസ്റ്റ് പോയി. പിന്നെ അവിടുത്തെ ഫാൻസൊക്കെ ഇവൻ വീൽ ചെയറിലല്ല, അപ്പോൾ ഇവൻ ഫുൾ വീൽ ചെയറാണ്, നടക്കില്ല. അപ്പോൾ അവിടുത്തെ ഫാൻസൊക്കെ കണ്ട് ഇവനെ ഫ്രണ്ടിലാക്കി ബാരിഗാർഡിൻ്റെ അടുത്ത്. അപ്പോൾ ഈ വിജയ് സാറിൻ്റെ മാനേജർ ഉണ്ടല്ലോ ബിസിയാണത്, ആ പുള്ളി ഇവനെ കണ്ടപ്പോൾ ബാരിഗാർഡിൻ്റെ അടുത്ത് അപ്പുറത്തെ വിജയ് സാർ വരുന്ന വഴിയിൽ ഇവനെ ഇരുത്തി. അപ്പോൾ അവിടെ നിന്ന് പുള്ളിക്കാരൻ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവൻ വീൽ ചെയർ, അതാണ് ഞങ്ങൾ നെട്ടിപ്പോയ ഒരു സംഭവമാണ്. ഇതുവരെയ്ക്ക് വീൽ ചെയറിൽ നിന്ന് നോർമലി ഇവൻ എണീറ്റ ഉടനെ അങ്ങ് വീഴും. ഇതാണ് അവൻ്റെ ഇത്. പക്ഷെ അന്ന് എന്താണെന്ന് വെച്ചാൽ 2 കൈയിനെ ബാക്കിൽ വെച്ചിട്ട് ആ വീൽ ചെയറെ പിടിച്ച് ഇങ്ങനെ എണീറ്റ് വന്നു. നമ്മൾ ഇങ്ങനെ എണീക്കും, ആ സ്റ്റെപ്പിലാണ് അവൻ എണീറ്റത്. ഉടനെ അവൻ പിടിച്ചു. പിന്നെ പുള്ളിക്കാരൻ സംസാരിച്ചിട്ട് തിരിച്ചു വന്ന് 2 ഹഗ് ചെയ്തു. അതിലാണ് അവൻ്റെ ആക്ച്വലി ഇമ്പ്രൂവ്മെന്റ് സ്റ്റാർട്ട് ആയത് ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഈ ഒരു തെറാപ്പിയിലൂടെ എന്തോരം മാറ്റം വന്നിട്ടുണ്ട്. കുറേ ട്രീറ്റ്മെന്റ് എടുത്തു. 5 years ആക്ച്വലി പറയാന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ലൈഫാണ്. പക്ഷെ ആ 5 yearsൽ കിട്ടാത്ത ഒരു ഇമ്പ്രൂവ്മെന്റ് ഈ വിജയ് സാറിന്റെ മീറ്റിന് ശേഷമാണ് ആക്ച്വൽ ഇമ്പ്രൂവ്മെന്റ് ഞങ്ങൾ റിയലി ആയിട്ട് കണ്ടെത്തിയത്. ഒരുപാട് മാറ്റം. നിങ്ങൾ മുമ്പ് ഇവൻ വീട്ടിലൊക്കെ ആര് സംസാരിച്ചാലും റെസ്പോണ്ട് ചെയ്യത്തില്ല, നമ്മളുടെ അടുത്ത് മാത്രം റെസ്പോണ്ട് ചെയ്യും. ഇപ്പോൾ 3rd persons ഒരാൾ വന്നാൽ അവരെന്ത് ചോദിച്ചാലും ഇങ്ങനെ ഇരിക്കും. സോഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് കുറവ്. പക്ഷെ അതിനുശേഷം ഈ ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ ആൾക്കാർ ചോദിക്കും, റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ 1-2 വേർഡ്സ് ഒക്കെ ചോദിക്കും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആര് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവൂല, ബട്ട് ഇവനക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യും, അതിൻ്റെ ആൻസർ പറയും. ഇല്ലെങ്കിൽ ഒരു 2 seconds ടൈം എടുക്കും, പക്ഷെ ആൻസർ പറയും. സോ അങ്ങനത്തെ ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ ഈ റീസെന്റ് ഡാൻസ്
വിജയ് 1 ഇയറില് ഒരുപാട് ഒരുപാട് വിജയ് ഡാൻസ് കളിക്കുന്നതുകൊണ്ടാണോ അത്ര ഒരു ഇഷ്ടം? അതോ സിനിമകൾ കാണാറുണ്ടോ? എങ്ങനെയാ? നോർമലി നമ്മള് റയർ കേസിലാണ് പോകും മൂവീസിനൊക്കെ. പിന്നെ ഇവര് ഹോസ്പിറ്റൽ ലൈഫ് അല്ലേ, അപ്പൊ സ്ട്രെസ്സിന് റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ടുപോകും. അപ്പൊ ഇവര് പുതുക്കോട്ടയിൽ ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരുന്ന സമയത്താണ് മാസ്റ്റർ മൂവി കൊണ്ടുപോയി. അപ്പൊ അതിൽ നിന്നാണ് ഇവനക്ക് ആ പുള്ളിയോട് ചെറിയ ഒരു ഇത് തോന്നിയത്. മൂവി തീരുന്നത് വരെ അവൻ സീറ്റിലിരുന്നില്ല. ഫസ്റ്റ് ടൈം വിജയനെ സ്ക്രീനിൽ കാണുന്നത് അതാണ് ആദ്യത്തെ തവണ. അതൊരിക്കും വീട്ടിലും കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇവന്റെ ഫേവറേറ്റ് ആള് അത് അങ്ങനെ ആയിരിക്കും, അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ മാസ്റ്റർ മൂവിയില് ഓരോ എൻട്രി അവര് കൊടുക്കുമ്പം ഇവൻ ഇവിടെ നിന്നിട്ട് ഭയങ്കര സൗണ്ടും വിജയ് മാമ അങ്ങനെ. അതിനുശേഷം പിന്നെ ലിയോ മൂവി വന്നല്ലോ, അതിന് മറ്റേ നാ റെഡിദാൻ സോങ്, അതാണ് ഇവന്റെ ഹൈക്ക്. വാന്ന് വിളിക്കുമ്പോ ഇവനെ വിളിക്കുന്ന പോലെ എണീക്കും. എവിടെ ഇരുന്നാലും ബസ്സിൽ ആ പാട്ടിട്ടാലും എണീറ്റ് ഡാൻസ് ആവും. അങ്ങനത്തെ ഒരു റെസ്പോണ്ട് ഇവന്റെ അടുത്ത് ഉണ്ടായിരുന്നു. സോ അപ്പോഴാണ് നമ്മള് എക്സാക്ട് ആയിട്ട് ഇവനെ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചത്. ഓക്കെ, ആ പുള്ളിനോട് സംതിങ് അവനക്ക് ഉണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് മുമ്പേ പറഞ്ഞിട്ടുണ്ട് അവനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. സോ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് നിങ്ങൾ കിട്ടും. പിന്നെ അവന് കാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഈ കാർ ടോയ്സ് ഒക്കെ വാങ്ങിച്ച് മുകളിൽ വെച്ചിട്ട് പേ എടുത്തോ എന്നൊക്കെ പറയും. അപ്പൊ എടുക്കും. ആ ടേബിൾ ഇങ്ങനെ കമഴ്ത്തിട്ടെടുക്കും, ഇല്ലെങ്കിൽ അവൻ കേറി എടുക്കും. ഇപ്പൊ മലയാളത്തിൽ തന്നെ ഒരുപാട് റാപ്പർമാരുണ്ട്. അതിനകത്ത് വേടനെ തന്നെ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം അത് മഞ്ഞുമൽ മൂവീസ്. അത് ആ പടം വീട്ടിലും കുറെ പ്രാവശ്യം കാണും. അപ്പൊ ഇവനക്ക് ഈ ചില സോങ്സ് ഓട്ടോമാറ്റിക്കലായിട്ട് ഉള്ളിലുള്ള പിടിച്ചെടുക്കും. മോസ്റ്റ് ഓഫ് ദ സോങ്സ് എടുക്കത്തില്ല. പക്ഷെ ഈ സോങ് അവനക്ക് മുമ്പേ അല്ലാതെ ഒരു 5-6 പാട്ട് അവനക്ക് മൈൻഡിലുണ്ടായിരുന്നു അതിലുള്ളത്. അപ്പോ പക്ഷെ നമ്മൾ ഇതുവരെയും ആ സോങ് ട്രൈ ചെയ്തിട്ടില്ല. ബട്ട് അവൻ റിയാക്ട് ചെയ്യുന്നറിയാം. പക്ഷെ ഇവന്റെ ഫുൾഫിൽ നമ്മള് വിജയുടെ കോൺസെൻട്രേഷനിലാണ് പോയിക്കൊണ്ടേയിരുന്നത്. അപ്പൊ ഈ മലയാളത്തില് ഇങ്ങനൊരു പുള്ളി ഉണ്ടെന്നറിയാം, പക്ഷെ ഇത്രയും ഫേമസ് ഒന്നും അറിയില്ല. പിന്നെ ഈ സ്റ്റേജ് ഷോ ഒക്കെ നമ്മള് ഇങ്ങനെ പരസ്യത്തിൽ കാണുമ്പോ പിന്നെയാണ് അവന് കൊറിയോഗ്രാഫി ചെയ്തത് ഈ ഒരു പാട്ട്. ഈ ഒരു പാട്ട് ചാൻസ് കിട്ടിയ പുള്ളിയുടെ കളിക്കാൻ പറ്റുമോന്ന് വെച്ചിട്ടാണ് ഈ ഒരു സോങ് ഒറ്റ പ്രാവശ്യമേ പറഞ്ഞു കൊടുത്ത്. പിന്നെ ചാൻസ് കിട്ടില്ല എന്ന് പറഞ്ഞോണ്ട് ഞങ്ങളത് വിട്ടു. ശരി, ജസ്റ്റ് മീറ്റ് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടും. അങ്ങനെ സ്റ്റേജ് പെർഫോമൻസ് അതിനു മുമ്പ് അവരെ കുറിച്ച് അറിയില്ല, ഓപ്പണായിട്ട് പറയാം. നമ്മള് സിനിമയില് അത്രയ്ക്കും നമ്മൾ ഇൻവോൾവ്മെന്റ് ഇല്ല. മൊത്തം അവന്റെ തെറാപ്പിയിലോട്ടാണ്. തെറാപ്പി അല്ലാതെ വിജയ് സോങ് ഇത്രയും നമ്മള് ഇതിന്റെ ഇടയ്ക്കാണ് ഈ ബിഹേവിയർ ആണ് നമ്മള് ഞെട്ടിപ്പോയത്. അതായത് പെട്ടെന്ന് വീട്ടിൽ നിന്ന് വന്ന് നോർമൽ പേഴ്സൺ പോലെ, ഒരു സെലിബ്രിറ്റി പോലെ അല്ല, വന്ന് മക്കളെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാറിൽ സീറ്റിൽ നിന്ന് എടുത്തോണ്ട് പോകുന്നു. ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ചേട്ടൻ അനിയനും പോലെ. സെലിബ്രിറ്റിയാണോ വീട്ടിൽ വെച്ചിട്ടുള്ള വീഡിയോ കണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടാ അറിയാൻ പറ്റും. അത്രയും സിംപ്ലിസിറ്റി ഉള്ള ഒരാളാണ്. ഞാൻ സ്റ്റേജ് കണ്ടപ്പോഴാണ് വിചാരിച്ച് ഇത്രയും വലിയ ആളാണോ ഇങ്ങനെ ഇരുന്നതെന്ന്. അപ്പൊ ഞാൻ ആദ്യം ഞാൻ അപ്പുറത്തോട്ട് ഇറങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും വന്ന് എടുത്തോണ്ട് പോകുന്നതായിരിക്കും, അകത്താണ് വേടം കാണുന്നത്. അപ്പൊ പിന്നെയാണ് ഫേസ് കണ്ടപ്പോ അവരല്ലേ ഇത്ര റോഡിൽ വന്നു കൂടെ രണ്ടുപേരും. അവരിങ്ങനെയാണ് ഇങ്ങനത്തെ ഒരാൾ ഇങ്ങനെ. പക്ഷെ അവർ മലയാളീസ് ആണ്, കേരളീസ് ആണ്. അപ്പൊ അവർക്ക് ഈ പുള്ളിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഒരാള് ഫോട്ടോഗ്രാഫർ, ഇന്നൊരാള് മ്യൂസിക് ബാൻഡിലുള്ള ആള്. അപ്പൊ ആ പുള്ളി പോകുമ്പോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ആളാണ്. ഒറ്റ ദിവസത്തിലുള്ള കോൺവെർസേഷനിൽ രണ്ടുപേരും സെറ്റ്. പിന്നെ അവരും ഈ പുള്ളിയൊക്കെ ഇങ്ങനെ വന്നത് കണ്ട് നെട്ടിപ്പോയി. ഈ പുള്ളിയാണോ ഇങ്ങനെ വന്നത്? അങ്ങനെ നല്ല സിംപ്ലിസിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു. എങ്ങനെയാണ് ഈ ഒരു രോഗാണെന്നുള്ളത് തിരിച്ചറിഞ്ഞത് എപ്പോഴായിരുന്നു? അതായത് ആദ്യം ജനിക്കുമ്പോഴൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഡിസ്ചാർജ് സമയത്തിൽ എല്ലാം ക്ലിയർ എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നമുക്കും ഒരു നോർമൽ ബേബീനെ പോലെയാണ് നമ്മൾ അങ്ങനെ ജസ്റ്റ് നോർമൽ ലൈഫിലോട്ട് അങ്ങനെ ഇരുന്നു. അവൻ ശരിക്കും അവന്റെ ഫേസ് കണ്ട് നോർമൽ ഒരു പാരന്റ്സ് പോലെ. അപ്പോൾ 8 മന്തിൽ ഒരു ഫീവർ വന്നു. ആ ഫീവർ മാറിയില്ല, കണ്ടിന്യൂസ് ഫീവർ ആയിരുന്നു. ഫീവർ ആൻഡ് കോൾഡ്. അങ്ങനെ മരുന്ന് കൊടുത്താലും ലിവർ തന്നെ ഡാമേജ് ആവും.
അതല്ലാതെ അവന്റെ ഇതില് ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്നില്ല. പിന്നെ ബെഡ് റെസ്റ്റ് പോലെ ആയി. അങ്ങനെ 1.5 വയസ്സിലാണ് MRI എടുത്തത്. MRI എടുത്തപ്പോൾ അവർ പറഞ്ഞു മോന് സെറിബ്രൽ പാൽസി, ബ്രെയിനിൽ പ്രശ്നമുണ്ട്. അങ്ങനെ അപ്പോൾ പിന്നെ അവന് മരുന്നും കൊടുക്കാൻ പറ്റത്തില്ല, ലിവറിൽ പ്രശ്നമുള്ളതുകൊണ്ട്. ഒരു ആന്റിബയോട്ടിക്, ഒരു ഫീവർ വന്നാലും സ്പോഞ്ചിങ് മാത്രം ചെയ്യണം. 105 മുകളിൽ ഫീവർ പോയിട്ടുണ്ട്, ഫിറ്റ്സ് വന്നിട്ടില്ല. എന്നാലും എപ്പോൾ ഫിറ്റ്സ് വരുമോ എന്തോ അങ്ങനത്തെ ഒരു പേടിയിൽ നമ്മളിങ്ങനെ സ്പോഞ്ചിങ് ചെയ്തുകൊണ്ടേയിരിക്കും, ഉറങ്ങൂല. ഏത് സമയം എന്ന് വെച്ചാൽ 105 ക്രോസ് ആയ ഏത് സമയത്ത് വേണമെങ്കിൽ ഷിവറിങ് ഫിറ്റ്സ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ഇവന്മാർക്ക് ഫിറ്റ്സ് വന്നാൽ വീണ്ടും ഇവർ താഴോട്ട് പോകും, ആൾറെഡി ബ്രെയിനിൽ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ ഫിറ്റ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറങ്ങാതിരുന്ന് 2-3 ദിവസം കണ്ടിന്യൂസ് സ്പോഞ്ചിങ് ആയിരിക്കും. ഇങ്ങനെ ഈ മറ്റേ വെറ്റ് ക്ലോത്ത് വെച്ച് ഇങ്ങനെ തുടച്ചുകൊണ്ടേ ആയിരിക്കും. ആന്റിബയോട്ടിക്സ് ഒന്നും അവർ ഡോക്ടർ കൊടുക്കൂല, ലിവർ ഓൾറെഡി ഡാമേജ് ആയതുകൊണ്ട്. പിന്നെയാണ് അവർ പറഞ്ഞത് ഇനി ഇവന് 4 വർഷത്തിന് ഒരു മരുന്നും കൊടുക്കാൻ പാടില്ല, എവിടെയെങ്കിലും കൊണ്ടുപോയി കുഞ്ഞിനെ രക്ഷിച്ചോളൂ. അങ്ങനെ അക്യുപഞ്ചറിലോ നല്ല പേടിച്ചു ആ സമയം. എന്ന് വെച്ചാൽ ഇവൻ നല്ല ഹെൽത്തിയാ പോയി, അവരിങ്ങനെയാണ് കൊണ്ട് തന്നു. മെഡിക്കൽ കോളേജിലായിരുന്നു, മൊത്തം ഇങ്ങനെ ടോട്ടലി നെക്കില് പോലും നമ്മൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യണം. ആദ്യം നെക്ക് കൺട്രോൾ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പനി വന്ന് ബെഡ് റെസ്റ്റ് ആയി മൊത്തം ഇങ്ങനെ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പൊ മെഡിസിനും ചെയ്യാൻ പറ്റത്തില്ല, എവിടെ കൊണ്ടുപോകാനോ ഏത് ഡോക്ടറുടെ അടുത്ത് ചോദിച്ചാലും ലിവർ എൻസൈംസ് കൂടുതലാണോ, മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ പറയുന്നു. ഒന്നും പറ്റത്തില്ല. A to Z നമുക്ക് ഓപ്ഷൻസ് ഇല്ല. പിന്നെയാണ് ഈ അക്യുപഞ്ചറിലോട്ട് അങ്ങനെ പോയി. പുതുക്കോട്ടയില് നിത്യാനന്ദ അവര് നല്ല ഇത് പതുക്കെ ഇവന്റെ ബോഡി കണ്ടീഷൻസ് ഒക്കെ കുറച്ച് മാറാൻ തുടങ്ങി. അന്ന് തൊട്ട് നമ്മൾ 5 years ടോട്ടൽ ഹോസ്പിറ്റൽ, കുറച്ച് ദിവസം അക്യുപഞ്ചർ. പിന്നെ മയോപതി തിരുനെൽവേലി, മറ്റേ നെപ്പോളിയൻ സാറുടെ മോന് അവരുടെ ഒരു ഹോസ്പിറ്റൽ അവിടെ ഉണ്ട്, അവിടെ പോയി 1 year. ഇങ്ങനെ ഓരോരോ ആൾക്കാരും പറയുന്നത്. ഇപ്പോൾ ഓരോരോ ഫംഗ്ഷനിലോട്ട് നമ്മൾ പോകുമ്പോൾ ഓരോരോ ഡോക്ടർ പറയും. ഈ ഒരു 10 ഡോക്ടറിൽ നമ്മൾ ഓരോ ഡോക്ടറെ സെലക്ട് ചെയ്യും, അവിടെ പോകും. ഇങ്ങനെ ഓരോരോ ഇതിലും പോവും, അവിടെ വാടകയ്ക്ക് വീടെടുക്കും. ഇങ്ങനെ തമിഴ്നാട് മൊത്തം ചുറ്റി കറങ്ങി. കോവിഡ് വരെ. കോവിഡ് കഴിഞ്ഞിട്ട് കേരളത്തിൽ വന്നു. ഇവിടെ കേരളത്തിൽ അടുത്ത ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വന്നു. പൂജപ്പുരയിലായിരുന്നു. പിന്നെ അവിടുത്തെ ആയുർവേദം ഇവന് സെറ്റായില്ല, ലിവർ ഇത് വീണ്ടും കൂടുതലായി. പിന്നെ PRS ഹോസ്പിറ്റൽ, അങ്ങനെ ഓരോരോ ഹോസ്പിറ്റലായിട്ട് പോയി അനസ്തീഷ്യ ഫിറ്റ്നസ് കിട്ടാതെ പിന്നെ വീണ്ടും കിംസിലോട്ട് വന്നു. അങ്ങനെയാണ്. ഇപ്പം ഓരോ തെറാപ്പീസ് കഴിയുമ്പോഴും ഓരോ ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. സ്റ്റേജ് ഷോസ് കാണുമ്പോഴാണെങ്കിലും വിജയുടെ മൂവി കാണുമ്പോഴാണെങ്കിലും ഒക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഒരു ടൈമില് ഇത്തരം ഒരു ഭയങ്കര ഒരു ഹോസ്പിറ്റലും ആ ഒരു സ്റ്റേജൊക്കെ ആയിട്ട് നടന്നിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു തകർന്നു പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് ഓവർകം? പുറത്ത് കാണിക്കൂല, പക്ഷെ അകത്തോട്ട് അടുത്ത നാളെ നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വലി ഇവൻ അങ്ങനത്തെ ഒരു ഇപ്പൊ നമ്മളൊരു സ്പെഷ്യൽ ചൈൽഡിനെ വെച്ച് ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു. അപ്പൊ അക്സെപ്റ്റ് ചെയ്ത ശേഷം പബ്ലിക് ഇന്ററാക്ഷൻ ആണ് നമുക്ക് കൂടുതൽ ഹേർട്ട് ചെയ്തത്. ഇപ്പൊ ഒരു മാരേജ് ഫംഗ്ഷൻ പോയാലും ഒരു ചർച്ചിൽ പോയാലും നമ്മുടെ പള്ളിയിൽ പോയാൽ എനിക്ക് അതാണ് കൂടുതൽ വിഷമായത്. ഇപ്പൊ നമ്മൾ പള്ളിയിൽ ഇത്രേ നാൾക്കൾ പോയിക്കൊണ്ടിരുന്ന ഫാമിലി പോലെയാണ്. അപ്പൊ അവിടെ പോയാലും അവിടത്തെ ആൾക്കാർ നമ്മളെ റിജക്ട് ചെയ്യുമ്പോൾ ഓരോരാളായിട്ട് ചോദിക്കും. ഒന്ന് ഞാൻ ഇവനെ ഇങ്ങനെ നടത്തുമ്പം, ഞാൻ പള്ളിയിൽ ഇങ്ങനെ ശകലം ഇങ്ങനെ നടത്തുമ്പോൾ അപ്പൊ അവര് പറയും മോന് ബുദ്ധിമുട്ടുണ്ടാവും, ഒന്ന് വീട്ടില് വിട്ടിട്ട് അങ്ങനെ. അപ്പൊ നമ്മുടെ സ്വന്തം മോനെ നമ്മൾ എങ്ങനെ വീട്ടിൽ വിട്ടിട്ട് നമുക്ക് ഇവിടെ പള്ളിയിൽ പോകാനുള്ള എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? അപ്പൊ പിന്നെ ഒരു കല്യാണ വീട്ടിൽ പോകുമ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും. കല്യാണ വീട്ടിൽ പോകുമ്പോ അവിടത്തെ എന്താ പറയാ, നമ്മള് കഴിക്കുമ്പോഴൊക്കെ നമ്മള് ആഹാരം കഴിക്കുമ്പം പെട്ടെന്ന് കഴിക്കണം, അടുത്തടുത്ത നെക്സ്റ്റ് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവന്റെ ഷർട്ടിലൊക്കെ ആവും. അപ്പോൾ അവിടെയും ചില പേര് ചോദിക്കും, ഇവനെ ഒരു പാർസൽ മേടിച്ച് ഇവനെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാമല്ലോ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അപ്പം നമുക്ക് ഇങ്ങനെ തോന്നും, സ്വന്തം മോനെ ഒരു കല്യാണത്തിന് കൊണ്ടുവരാതെ നമ്മൾ മാത്രം പട്ടുകൊടുത്തിട്ട് കല്യാണത്തിന് പോയി എന്തെങ്കിലും ഒരു ഇതുണ്ടോ? അങ്ങനെ നമുക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് ഒരു 4-5 വർഷത്തിന് ഒരു കല്യാണ വീട് ഒന്നിനും പോയില്ല, എല്ലാം അവോയ്ഡ് ചെയ്തു. അങ്ങനെ പിന്നെ ഇപ്പം വീണ്ടും ഇവന്റെ ഇത് എക്സ്പോസ് ആവാൻ തുടങ്ങി. അപ്പൊ ഇപ്പൊ എവിടെ പോയാലും റിഷോൺ എവിടെ, ഇവനെയാണ് ആദ്യം എല്ലാവരും ചോദിക്കുന്നത്. എല്ലാ സ്ഥലത്തിലും കൊണ്ടുപോകും. ഈ റിലേറ്റീവ്സിന്റെ ഒക്കെ ഇടയ്ക്കുന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ ഫാമിലി നല്ല സപ്പോർട്ടബിൾ ആയിരുന്നു, അച്ഛന്റെ ഫാമിലി അത്ര കോണ്ടാക്ട് ഒന്നും ഇല്ല.
അമ്മയുടെ ഫാമിലി ഇവരെ എവിടെ കൊണ്ടുപോയാലും സപ്പോർട്ട്. പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ കേരളത്തിന് വന്നതിന് ശേഷം. ആക്ച്വലി ഇവനെ പബ്ലിക്കില് അറ്റ്മോസ്ഫിയറിന് കിട്ടിയതാണ്. ഈ പബ്ലിക് എക്സ്പോസ് ചെയ്യാൻ കാരണമേ നമ്മൾ ഇവിടെ വന്നതിന് കേരളത്തിൽ വന്നതിന് ശേഷമാണ് നമുക്ക് കൂടുതൽ കംഫർട്ട്. ഇപ്പൊ നാട്ടിലാകുമ്പം ഇപ്പോ അവന് അവിടെ ഞാൻ കൊണ്ടുപോയാ അയ്യോ ഇങ്ങനെ നമ്മള് എന്തോ ഒരു എന്താ പറയാ സിമ്പത്തറ്റിക് രീതിയിൽ നോക്കും. അപ്പൊ നമ്മളും തളർന്നു പോകും. പിന്നെ ചിലവര് വേണമെന്ന് വെച്ച് ഇവനെ വാങ്ങിച്ച് നിർത്തി നോക്കും. ഇവിടെ ആവുമ്പം അത് വേറെ ഒരു രീതി. അവര് മോനും എടുക്കാനാണല്ലോ അപ്പൊ പോസിറ്റീവ് ഇത് കൊടുക്കുമ്പം അപ്പൊ ഞാൻ ആരും മൈൻഡ് ചെയ്യൂല അങ്ങനെ അങ്ങനെ. ഇവിടെ ഫസ്റ്റ് ഒക്കെ ഈ ഇത് വരുന്ന മുമ്പ് വിജയ് സാറിന്റെ മീറ്റിനൊക്കെ മുമ്പ് നമ്മളെ ലൂലു മാളിലൊക്കെ കൊണ്ടുപോകും. ആരും സിമ്പതി നോക്കൂല, മൈൻഡ് ചെയ്യും. ചില അതാണ് പക്ഷെ ആശ്വാസം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അതായത് ജസ്റ്റ് ഒരു നോട്ടം ആണെങ്കിൽ പോലും ഉണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം. ഇപ്പൊ ചിലവര് ഇങ്ങനെ നോക്കിയാലും പോസിറ്റീവ് ആയിട്ട് തന്നെ പറയും, നെഗറ്റീവ് ആയിട്ട് ആരും പറയും. അല്ലെങ്കിൽ നോക്കേ ചെയ്യണ്ട, അവരവരുടെ വഴിക്ക് പോകും. അതിനാണ് നോക്കിയാ വന്ന് പറയും. ചില ഏജ്ഡ് പേഴ്സൺസ് എന്ന് പറയും മോൻ എന്ത് പറ്റി, മോന് പെട്ടെന്ന് നന്നാവും, നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ നമുക്കൊരു കോൺഫിഡന്റ് കിട്ടും. ഓക്കെ, പോസിറ്റീവ്. ഇതുപോലത്തെ പിള്ളേർക്കൊക്കെ ജീവിതം നേരാണെങ്കിൽ ഈ സൊസൈറ്റി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവണം. ഇപ്പൊ ഒരു വീൽ ചെയർ കണ്ടാലേ അവര് എന്തോ ഒരു അതായത് ഡിസബിലിറ്റി ഡിഫറെന്റ്ലി ഏബിൾഡ് അങ്ങനെ അവർ പറയാതെ എബിലിറ്റി ഇല്ല അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഡിഫറെന്റ്ലി ഏബിൾഡ്. ഇപ്പൊ ഇവന് സ്വിമ്മിങ് പോവും, ജിമ്മിന് പോകുന്നുണ്ട്, ഇങ്ങനെ എല്ലാം മൾട്ടിപ്പിൾ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ വേറൊരു കുഞ്ഞ് നോർമലായിട്ട് ഒരു കുഞ്ഞ് ഇവനെ നോക്കിയിട്ട് അവരുടെ അമ്മയും അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നു, അവരവിടേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ അങ്ങനെ. അപ്പൊ ഇവന് ഡിഫറെന്റ്ലി ഇവനെ കൊണ്ട് പറ്റും. ജിമ്മിലൊക്കെ ഉള്ള വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവന് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, അത് ചെയ്യുന്നുണ്ട്. ഇവന് എല്ലാം ട്രൈ ചെയ്യും. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇവര് ഡിസേബിൾഡ് അല്ല, ഡിഫറെന്റ്ലി ഏബിൾഡ്. എല്ലാം നമ്മളെ കൊണ്ട് പറ്റാതെ അവരെ കൊണ്ട് പറ്റും. പക്ഷെ ഫിസിക്കലി അവര് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു ബാലൻസ് കിട്ടത്തില്ല. അത്രേ ഉള്ളൂ. നമുക്ക് ഡെയിലി റൊട്ടീനിലോട്ട് അവനെ ശീലിച്ചെടുക്കണം, അന്ന് അത്രേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും തെറാപ്പീസ്. പിന്നെ പറ്റുന്ന രീതിക്ക് അവന്റെ ടാലൻസ് പുറത്ത് കൊണ്ടുവരണം. ഇനി എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ? ഇവിടെ തന്നെയാണ്, ട്രിവാൻഡ്രത്ത് തന്നെയാണ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ? ട്രീറ്റ്മെന്റ്സ് ഒരു സൈഡിലോട്ട് പോകുന്നു. അതിനേക്കാളും ബെറ്റർ ഈ ഡാൻസും സ്റ്റേജ് ഷോയും. അതിലൂടെയാണ് ഒരു ഈ ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോ ആ മിററിൽ ഇവനെ കാണുമ്പം ഇവൻ ഓട്ടോമാറ്റിക്കലി ചിരിക്കാൻ തുടങ്ങും. ആ മിററിൽ ഇവൻ ഇങ്ങനെ നിമിർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഇവന് കോൺഫിഡൻസ് വരും. പിന്നെ അവിടുത്തെ പാട്ടിന്റെ ഒരു വൈബ്, ഭയങ്കര സൗണ്ട് ആയിട്ട് പാട്ടിരിക്കും. ഏതൊരു സ്ലോ സോങ് ആയാലും അവിടെ സ്പീക്കറിലൊക്കെ ഇടുമ്പോൾ ആ എൻജോയ് ചെയ്യും. അങ്ങനെ അതാണ് ബെസ്റ്റ് തെറാപ്പി നമുക്ക് തോന്നുന്നു. അത് തന്നെയാണ് ബെസ്റ്റ് തെറാപ്പി. കിംസിലും ഡോക്ടർ പറഞ്ഞു അവനുള്ള ബെസ്റ്റ് ഇത് ഡാൻസിങ്, അവൻ ഇഷ്ടമുള്ള സ്വിമ്മിങ്, അങ്ങനെ പോട്ടെ. പറ്റുമെങ്കിൽ ഹോഴ്സ് റൈഡിങ് കൂടെ പഠിച്ചു കൊടുക്കണം. ഇനി ഹോഴ്സ് റൈഡിങ് ഇവിടെ നമ്മള് തിരക്ക് നടക്കുന്നു, കിട്ടിയില്ല. വേദിയിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി പുള്ളിനെ പോയി നോക്കി സംസാരിക്കണം. ഹോഴ്സ് റൈഡിങ് കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ? ഏറ്റവും ഇഷ്ടം അവനെ എല്ലാം നമ്മൾ കൊണ്ടുപോയാൽ മതി. അവനെ ഈ വേടന്റെ വീഡിയോ വന്നപ്പോഴേക്കും കാണിച്ചു കൊടുത്തായിരുന്നു. ഒരു എന്ത് പറയാൻ, ഒരു ചേട്ടനെ പോലെ മാമ എന്നാണ് ഡയറക്റ്റ് വിളിക്കുന്നത്. പക്ഷെ അവന് രണ്ടുപേരെയും വെച്ച് നമ്മൾ സ്ട്രൈറ്റ് കാണുമ്പം ഒരു ബ്രദേഴ്സ് പോലെ. അപ്പൊ ഇനിയിപ്പൊ എന്തായാലും കൊറേ പ്രോഗ്രാംസിനൊക്കെ ആളെ കൊണ്ടുപോയി എന്താ പറയാ ആ ഒരു എനർജി ഉള്ളിലേക്ക് എവിടെയൊക്കെ ഒരു ഫയർ ഉണ്ട് ആൾക്ക്, അത് പെട്ടെന്ന് വരട്ടെ. അപ്പൊ എല്ലാം അടിപൊളിയാവട്ടെ. കുറെ സ്റ്റേജിൽ ഇതുപോലെ പെർഫോം ചെയ്തിട്ട് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവട്ടെ ആൾക്ക്. താങ്ക് യു സോ മച്ച്.